ലാലേട്ടൻ വന്ന് ഷാനവാസിനോട് ചോദിക്കുക, ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് നിങ്ങൾക്ക് തന്നിരുന്നില്ലേ? ഷാനവാസ് ആരാണ് ജയിച്ചത്? എനിക്കറിയില്ല ലാലേട്ട, എനിക്ക് ആ ടാസ്കിനെ കുറിച്ച് മനസ്സിലായിരുന്നില്ല. സീക്രട്ട് ടാസ്ക് എന്നാൽ രഹസ്യമായിട്ടുള്ള ഒന്നാണ്. അത് പരസ്യമാക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത ഒരു കാര്യമാണ് അല്ലേ? എനിക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ നിങ്ങളെ വിളിച്ച ആൾക്കാരുടെ കുഴപ്പമായിരിക്കും എന്ന് ലാലേട്ടൻ. തീർച്ചയായിട്ടും ലാലേട്ട എന്ന് ഷാനവാസ്. അക്ബറെ, എന്തിനാണ് അക്ബറെ വിളിച്ചത്? എല്ലാവരും പറഞ്ഞതല്ലേ അയാളെ വിളിക്കണ്ടെന്ന്. അയാൾ അത് എല്ലാവരോടും പറയുമെന്ന്. ഒരു സീക്രട്ട് ടാസ്കിനെ എങ്ങനെ മോശമാക്കി ഒരു ഗെയിം എങ്ങനെ കുളമാക്കാം എന്ന് BCD എടുത്ത ആളാണ്. എൻ്റെ മനസ്സിലെ ഒരു തോന്നലാണ് ലാലേട്ട, ഷാനവാസ് അത് ചെയ്യുമെന്ന്. ഉടനെ ഷാനവാസ് പറയുന്നത്, എല്ലാ ടാസ്കും മോശമാക്കുന്ന ആളാണ് ഈ പറയുന്നതെന്ന് അക്ബറിനെ നോക്കി പറയുന്നു. ലാലേട്ടൻ, ഇത്രയും നാളായിട്ടൊരു ഗെയിം മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നു, ലാലേട്ട, ഞാൻ ഏത് ഗെയിമാണ് മോശമാക്കിയത്? ലാലേട്ടൻ, ലക്ഷ്മി ഏത് ഗെയിമാണ് ഷാനവാസ് മോശമാക്കി കൊടുത്തത്? ലക്ഷ്മി പറയുന്നു, മുൻപ് ഫാക്ടറി ടാസ്ക് കുളമാക്കിയത് കണ്ടിട്ടുണ്ട്, അയാൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ വേറെയുള്ള ടാസ്കുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹോട്ടൽ ടാസ്കിൽ ഗ്രൂപ്പ് കളിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ക്യാരക്ടർ പിടിച്ചാണ് ലാലേട്ട ഷാനവാസ് പലപ്പോഴും നിൽക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ക്യാരക്ടർ എടി പൊടിയെന്ന് വിളിക്കുന്നു. ഇവിടുന്ന് പോയാൽ ഷാനവാസ് ആരെയും അങ്ങനെ വിളിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഷാനവാസിനോട് പറച്ചിൽ നിർത്തി, എടി പൊടിയെന്ന് വിളിക്കേണ്ടെന്ന്. എന്ത് ക്യാരക്ടറാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഈ മീശ പിരിക്കുന്നത്, മുണ്ട് മടക്കി കുത്തുന്നത്, പിന്നെ ഇവിടെ ഒരു ചേട്ടച്ചൻ കളിക്കുന്നത്, അതല്ല. പല ഗെയിം ഷാനവാസ് മോശമാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറയും. നിങ്ങൾക്ക് ഗെയിം മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലാതെ ഒരു ഗെയിമിനെ മോശമാക്കുകയല്ല വേണ്ടത്. ഷാനവാസ് അക്ബറാണ് ഈ ഗെയിം നിങ്ങൾക്ക് കൊടുത്തത്. ഷാനവാസിന് കൊടുക്കണ്ട എന്ന് പലരും പറഞ്ഞിട്ടും അക്ബർ പറഞ്ഞ അയാൾ നന്നായിട്ട് ചെയ്യും എന്ന്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഗെയിം തന്നത്. അയാൾ വളരെയധികം കൺവിൻസ് ചെയ്ത് കോഴി കഴിച്ച എല്ല് വരെ കാണിച്ചു കൊടുത്തു. അത് ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ ഈ ഗെയിം എല്ലാവരോടും പോയി ഷാനവാസ് പറഞ്ഞു, ഒരു സീക്രട്ട് ഗെയിം നടക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നു, അവരിത് ചെയ്യുന്നു, അയാളുടെ കയ്യിലുള്ളത് കാണിച്ചു തരണമെന്ന് പറയുന്നു, അയാളുടെ കയ്യിലിരിക്കുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് എന്ന്. എന്തിനാണ് ഇങ്ങനെ? ഒന്നാമത് ലാലേട്ട, എനിക്കിത് അറിയില്ല. സീക്രട്ട് ടാസ്ക് എന്താണെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യമല്ലേ പഠിക്കുന്നത് എന്ന് ലാലേട്ടൻ. നിങ്ങൾക്കറിയില്ല എങ്കിൽ എങ്ങനെയാണ് ഈ ഗെയിം ഉണ്ടാകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീഡിയോ പ്ലേ ചെയ്യുന്നു. ആര്യൻ സീക്രട്ട് റൂമിലോട്ട് പോകുന്നതും സീക്രട്ട് റൂമിൽ ഒരു ഫോൺ വെക്കുന്നതും ഒക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ആര്യൻ, മുൻപിലൊരു ഫോൺ ഇരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ അറിയിപ്പ് നൽകുമ്പോൾ വീടിനുള്ളിൽ പല ഭാഗങ്ങളിൽ ആഹാര സാധനം വെച്ചിട്ടുണ്ടാകും. അത് മറ്റാരും കാണാതെ എടുത്ത് കഴിക്കുക എന്നതാണ് സീക്രട്ട് ടാസ്ക്. പിടിക്കപ്പെട്ടാൽ എനിക്ക് ആര്യനെയും അറിയില്ല, ആര്യനെ എന്നെയും അറിയില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ആദ്യം കാണിക്കുന്നത് ആര്യനെ ഒറ്റയ്ക്ക് പോയി ആ ആഹാരം എടുത്ത് കഴിക്കുന്നതാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പം ബിഗ് ബോസ് പറയുന്ന ആര്യന് ഒരാളെ കൂടെ കൂട്ടാമെന്ന് പറയുന്നു. അപ്പോൾ ആര്യന് അക്ബർ അങ്ങനെ അവർക്ക് പിസ്സ കിട്ടുന്നു. അവർ രണ്ടുപേരും അത് കഴിക്കുന്നു, കാര്യം കാണാതെ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് രണ്ടുപേരെ കൂടെ കൂട്ടാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ലക്ഷ്മിയെയും സാബുമോനെയും കൂട്ടുന്നു. അപ്പോൾ അവർക്കും ഫുഡ് കിട്ടുന്നു. അവർക്ക് ഫുഡ് കൂടാതെ ഒരു ജീവനുള്ള ഒരു വസ്തു കൂടെ ഉണ്ട്, അതിനെ ഒളിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സാബുമോൻ വരുന്നു. സാബുമോനെ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ഒളിപ്പിക്കുന്ന, ബാത്റൂമിൽ കൊണ്ടുവിടുന്നു. അങ്ങനെ ഗെയിം നല്ല ഭംഗിയായിട്ട് നടക്കുന്ന സമയത്താണ് ഇനി ഒരാളെ കൂടെ കൂട്ടാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ഷാനവാസിനെ കൂട്ടാമെന്ന് പറയുന്നത്. ഷാനവാസിനെ കൂട്ടണ്ടെന്ന് പലരും പറഞ്ഞിട്ടും അക്ബറാണ് അത് പറയുന്നത്, ഇല്ല ഷാനവാസ് നന്നായിട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ ഷാനവാസിനെ അവർ കൂട്ടുന്നു. ഷാനവാസിനെ ഒരുപാട് അവർ ഇത് കൺവിൻസ് ചെയ്യുന്നു. അന്ന് ആര്യൻ അത്ര വിശ്വാസം പോരായിരുന്നു ഷാനവാസിനെ. അപ്പോഴും അക്ബർ പറയുന്നു, ഇല്ല ഷാനവാസ് ആരോടും പറയത്തില്ല, നീ നോക്ക് ഷാനവാസ് നന്നായിട്ട് കളിക്കുമെന്ന് പറയുന്നത്. അക്ബറിന് നല്ല വിശ്വാസമായിരുന്നു ഷാനവാസിനെ. അങ്ങനെ ഇതേ സമയം തന്നെ സാബുമോനെ ഒളിപ്പിക്കുമ്പോൾ അത് അനുമോൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു, ഈ ബാത്റൂമിനുള്ളിൽ ആരോ ഉണ്ടെന്ന്. അനുമോൾ മറഞ്ഞു നിന്ന് വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അനുമോളുടെ സംശയം മാറുന്നില്ല. അനുമോൾ അവിടെ തന്നെ ബാത്റൂമിൽ തന്നെ ഇരിക്കുന്നു, ഇതെല്ലാം കാണുന്നു. അപ്പം അനുമോൾ പറയുന്നു ഇതിനകത്ത് ആരോ ഉണ്ടെന്ന്. അപ്പോഴേക്കും ഷാനവാസി എല്ലാവരോടും നടന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്. അനീഷിനോടും ആദിലയോടും നൂറയോടും ഒരുപാട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോളോട് പറയുന്നില്ല. അനുമോൾ ഇതൊന്നും അറിയില്ല. അനുമോൾ ബാത്റൂമിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുമോൾ കണ്ടുപിടിക്കുന്നത് അതിനകത്ത് സാബുമോൻ ഉണ്ടെന്ന്. അങ്ങനെ സാബുമോനെ എല്ലാവരും കണ്ടുപിടിക്കുന്നതോടെ വീഡിയോ ഓഫ് ചെയ്യുകയാണ്. ലാലേട്ടൻ വന്ന് ചോദിക്കുന്നത്, അനുമോൾ എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നത്. അനുമോൾ പറയുന്നത്, എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു പറയുന്നത്. അപ്പോൾ സാബുമോനാണെന്ന് അത് സൗണ്ട്. അപ്പം അനുമോൾ പറയുന്നത്, എനിക്ക് തോന്നി അത് സാബു ചേട്ടനാണെന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അപ്പോൾ CID പണി ഇനിയും ഉണ്ട്, ഇപ്പോഴും ഉണ്ടില്ലേന്ന് ചോദിക്കുന്നു.
അപ്പോൾ അനുമോൾ ചിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്നു, ഷാനവാസ് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ലാലേട്ടൻ ഷാനവാസ് ഓടി നടന്ന് എല്ലാവരോടും പറയുന്നത് ലാലേട്ടൻ അനുകരിച്ച് കാണിക്കുന്നു. എല്ലാവരും ചിരിക്കുന്നു. ആരാണ് കുളമാക്കിയത് എന്ന് ആര്യൻ അനീഷിനെ വിളിച്ചുകൂടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, അനീഷേട്ടനോട് പറഞ്ഞാൽ അനീഷേട്ടൻ താൻ പോയി പണി നോക്കണോ എന്ന് പറയും എന്ന് ഇങ്ങനെ പല പ്രാവശ്യം അനീഷേട്ടൻ പറഞ്ഞിട്ടും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ 9 കോയിൻ തന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആളെ വിളിച്ചുകൂടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നത്, ലാലേട്ട ഞാൻ ടാസ്ക്കായിട്ടാണ് കണ്ടത്. നിവിൻ പലപ്പോഴും ഫുഡ് കാണുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ടെന്ന് പറഞ്ഞ് നിവിനെ അനുകരിക്കുന്നു. ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ നിവിൻ അവിടെ കിടന്ന് പറക്കും ലാലേട്ട എന്ന് ആര്യൻ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, പറ്റിയ ആളെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത്. ഇയാളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഇയാൾക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ തെളിയിച്ച് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ, സന്തോഷമുണ്ടെന്ന് അക്ബർ. എന്താ അനീഷിനെ വിളിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് നന്നായിട്ട് ഈ ടാസ്ക് ചെയ്തേനെ എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ഇല്ല ലാലേട്ട, പുള്ളിയെ വിളിച്ചിരുന്നെങ്കിൽ പുള്ളി പറയും അക്ബറിൻ്റെ പണി നോക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് തന്നെ ഈ സീക്രട്ട് പോയി പറഞ്ഞപ്പം ഷാനവാസിനോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കാനെന്ന്. ഷാനവാസ് ഇപ്പോൾ മനസ്സിലായോ സീക്രട്ട് ടാസ്ക് എന്താണെന്ന്? എനിക്ക് തോന്നിയത് ഇവർ എനിക്കിട്ട് പണിയാണെന്ന്, എന്നെ ഏതോ ട്രാക്കിൽ പെടുത്താനാണെന്ന് ഞാൻ കരുതി. കാരണം അങ്ങനെയുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്തനുഭവമാണ്? ഒരെണ്ണം കേൾക്കട്ടെ എന്ന് പറയുന്നു. പെട്ടെന്ന് കൈ കാണിച്ച അക്ബറിനെയാണ്. അപ്പം ഒരെണ്ണം പറയട്ടെ ലാലേട്ട, ഒരെണ്ണം പറയട്ടെ എന്ന് അക്ബർ പറയുന്നു. ലാലേട്ട തുടക്കം മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നും എനിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് മരുന്ന് കഴിച്ചാൽ ഉറക്കം വരുമെന്നും അറിയാവുന്ന ഒരാൾ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള ടാസ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് എന്നെ ഇവർ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതൊരു ടാസ്ക് അല്ലേ? ടാസ്ക്കാണ്, പക്ഷെ അന്ന് മുതൽ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പരാജയപ്പെട്ടതിന് ശേഷം ആ ഗ്രൂപ്പ് അത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ലാലേട്ടൻ പറയുന്നത് എത്രയോ കാലത്തിന് മുമ്പ് നടന്നൊരു കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. അതൊക്കെ ചവിട്ടുകൊട്ടയിലിട്, കഴിഞ്ഞു പോയ കാര്യമല്ലേ. നിങ്ങളൊരു ഗെയിം കളിക്കാൻ വന്നത് അന്നത്തെ കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പോഴും. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അല്ല ലാലേട്ടാ, അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവർ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് വേറൊരു ട്രാക്കിൽ കൂടെ പോവുകയാണെന്ന്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറകിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് ലാലേട്ടൻ. അതേ ലാലേട്ടാന്ന് ഷാനവാസ്. അപ്പോൾ അക്ബർ ഇരുന്നോണ്ട് പറയുന്നത്, അയ്യോ എൻ്റെ പൊന്നെ, കരച്ചിൽ വരുന്നു ലാലേട്ട അയാളുടെ കഥ കേട്ടിട്ടെന്ന്. അപ്പോൾ എന്താ ചെയ്യുക എന്ന് ലാലേട്ടൻ. അക്ബർ പറയുന്നത്, ലാലേട്ട ആ ടാസ്ക് ആരുറങ്ങുന്നോ അവരെ പിടിച്ച് പുറത്താക്കുക, അവരെ എവിക്റ്റ് ആക്കുക എന്നുള്ളതാണ് ടാസ്ക്. നമ്മൾ അതാണ് നോക്കിയത്, അല്ലാതെ ഇയാളെ പിടിച്ച് ടാർഗറ്റ് ചെയ്യാനൊന്നും അല്ല. ഒരു ദിവസം ഇയാളെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ പോയപ്പോൾ അയാളുടെ ഉറക്കം കണ്ടുകൊണ്ട് അത് നമ്മൾ പറ്റാതെ നമ്മൾ ചെയ്യാതെ പോയത്, അതുപോലും ഇയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ ലാലേട്ട. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അക്ബർ അയാളുടെ പേര് ചൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ആദിലേക്കും നൂറയ്ക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി ശക്തമായിട്ട് പ്രതികരിക്കുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ ഞാൻ വിശ്വസിച്ചു, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ലാലേട്ട, ഇപ്പം അയാളുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിവിൻ എന്താണ് നിവിന് നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിവിൻ ഈ ടാസ്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നോ, അതോ നിവിൻ ഈ ഫുഡൊക്കെ കാണുമ്പോൾ അയാൾ കാണിച്ച കണക്ക് അങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുന്നത് നിവിനോട്. എനിക്ക് വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉള്ളതുകൊണ്ടാണല്ലോ ലാലേട്ട ഞാൻ ആ 9 കോയിൻ ആര്യന് കൊടുത്തത്. നേരത്തെ ആർക്കും കൊടുക്കാതെ അത് കയ്യിൽ വെച്ചിട്ട് ഒരു 2-3 പേരുള്ളപ്പോൾ ഞാൻ ആ ഗെയിം ട്വിസ്റ്റ് ചെയ്തതിൻ്റെ കാരണം. എന്നിട്ടും ഈ ഗ്രൂപ്പ് കളിക്കുന്ന 1 2 3 4 പ്രാവശ്യം ഇവരെല്ലാം അത് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ നിവിനത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്തിനാണ് പറയുന്നത്? എൻ്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് നിവിൻ പറയുന്നു. ആര്യൻ, നീ അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം എനിക്ക് രണ്ടാമത് എന്നെ ബിഗ് ബോസ് വിളിച്ചപ്പം എനിക്ക് ഇവരുടെയൊക്കെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ എനിക്ക് സ്മെൽ ചെയ്ത് ഇത് സീക്രട്ട് ടാസ്ക് നടക്കാൻ പോവുകയാണെന്ന്. എനിക്ക് സീക്രട്ട് ടാസ്ക് തരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡല്ല അവിടെ നഷ്ടപ്പെട്ടത്, എനിക്ക് ആ ഒരു സ്പേസാണ്, ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അത് നല്ലൊരു രീതിയിൽ പ്ലാൻ ചെയ്തേനെ ഇല്ലേ. അപ്പോൾ ലാലേട്ടൻ ആര്യനെ വിളിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അയാൾ ബിഗ് ബോസ് പറയാതെ തന്നെ ബിഗ് ബോസിനോട് ചോദിച്ചു, ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് എനിക്ക് കൊടുക്കുന്നു അയാൾ പറഞ്ഞു. തീർച്ചയായിട്ടും നിവിൻ നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഈ വീട്ടിൽ വന്നിട്ട് ഡേ 1 മുതൽ നിവിൻ ഉറച്ച് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ആരും വിശ്വസിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് കളിക്കാൻ വന്നിരിക്കുന്നതെന്ന്. ആരും എന്നെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്ന് നിവിൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അല്ലേന്ന് നിവിനോട് ആര്യൻ ചോദിക്കുന്നത്.
അപ്പം അന്ന് മുതൽ ഇന്ന് വരെ നിവിനെ അങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുന്നത്. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലേ അല്ലേ? അല്ല ലാലേട്ടൻ, നമ്മൾ തമ്മിൽ സ്നേഹമുണ്ട്, ഫുഡ് തരാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. പക്ഷേ എവിടെയോ ആ വിശ്വാസത്തിൻ്റെ ഒരു ഇത് പോയി. അപ്പം ലക്ഷ്മി ഇരുന്ന് കൈ പൊക്കി കാണിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്താണ് ലക്ഷ്മി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. ഈ ഗെയിം നിവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ നിവിൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അക്ബറിനും അറിയാം. അക്ബർ വിശ്വാസത്തിൻ്റെ പുറത്തല്ല ഷാനവാസിന് അത് കൊടുത്തത്. ഷാനവാസ് പല സ്ഥലത്തും ശുദ്ധനായ ഒരു മനുഷ്യനാണ്. ഗെയിം ഒന്നും കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല ഷാനവാസ് കളിക്കുന്നത്. ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ അക്ബർ അത് കൊടുത്തിട്ടുള്ളത്. ഷാനവാസ് ഇത് കുളവാക്കുമെന്ന് ഞങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആര്യനും ഒന്നും ഒരു ഇതില്ലായിരുന്നു ഷാനവാസിന് ഇത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഷാനവാസിനെ വിളിച്ച് അക്ബർ പുറത്ത് വെച്ച് ഇത് പറയുകയാണ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് തന്നെ അക്ബർ ഷാനവാസിന് കൊടുത്തൊരു പണി തന്നെയാണിത്. എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് അക്ബർ കൊടുത്തൊരു പണി തന്നെയാണ്. ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുകയാണ്, ലാലേട്ടൻ ഷാനവാസിക്കെ വിളിക്കാമെന്ന് പറഞ്ഞത് ഞാനാണ്, പക്ഷെ തീരുമാനം എടുത്തത് ആര്യനാണ്. ലക്ഷ്മിയുടെ തെറ്റിദ്ധാരണയാണ്. ആര്യൻ അറിയാതെ ഷാനവാസിനെ ഞാൻ വിളിച്ചിട്ടില്ല. ആര്യൻ പറയേ ഒരിക്കലും അല്ല ലാലേട്ടാന്ന് അക്ബർ പറയുന്നത്. ഞാൻ ആര്യനോട് പറയുന്നുണ്ടായിരുന്നു, ഏടാ അയാൾ ചതിക്കില്ല, അയാൾ ചെയ്യും എന്ന് ഞാൻ ആര്യനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം വേറെയുണ്ട്. അത് വേറൊരു കേസെന്ന് അക്ബർ പറയും. അത് കേട്ട് ഷാനവാസ് അവിടെ നിന്ന് കൈ കൊട്ടുന്നുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ കേസ് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നിവിൻ്റെ കേസ് ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ഗെയിം തന്നെ സീക്രട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. നിവിൻ ഇത് കുളമാക്കോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത് സീക്രട്ട് കീപ്പ് ചെയ്യണം. നിവിൻ 1-2 കാര്യമൊക്കെ ഇതിനു മുമ്പ് വായിന്ന് വീണിട്ടുണ്ട്. ഒരു സ്റ്റോണിൻ്റെ കാര്യമൊക്കെ നിവിൻ പെട്ടെന്ന് അറിയാതെ വായിന്ന് വീണിട്ടുണ്ട്. ലാലേട്ടൻ ശരി ശരി അനുമോളെ എന്ന് വിളിക്കുന്നത്. അനുമോൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോൾ എന്ന് വിളിക്കുമ്പോൾ അനുമോൾ തിരിഞ്ഞ് അവരോട് പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കും, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് അവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ലാലേട്ടാന്ന് അനുമോൾ വിളിച്ച് പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ശരി ശരി അപ്പം നിങ്ങൾ സംസാരിക്കുക, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.